പിണറായി വിജയന്റെ വാടക വീട്ടിൽ പരിശോധന നടത്താനെത്തിയ ഇ.ഡി. ഉദ്യോഗസ്ഥർ എന്തുകൊണ്ട് കേരള പോലീസിനെ അറിയിച്ചില്ല എന്ന് ചോദിച്ചാൽ അതിന്റെ ഉത്തരമേ ഒന്നേ ഉള്ളൂ. രഹസ്യം ചോരുമെന്ന് ഇ.ഡി. ഉദ്യോഗസ്ഥർക്ക് നല്ലപോലെ അറിയാം. അത് കേരള പോലീസിൽ നിന്നടക്കം ചോരും. കാരണം അതിനൊരു പ്രത്യേക തെളിവുണ്ട്. കാരണം എൻ.ഐ.എ പോപ്പുലർ ഫ്രണ്ടിനെ നിരോധിക്കാനായിട്ട് തിരുവനന്തപുരത്തും കോഴിക്കോടും അതോടൊപ്പം തന്നെ എറണാകുളത്തും ചെന്നൈയിലും അടക്കം ഒരു വിപുലമായ ഒരു പരിശോധന നടത്തിയിരുന്നു. അന്ന് ഒരു ടെസ്റ്റ് ഡോസ് എന്നതിലുപരി അതൊരു ടെസ്റ്റ് ഡോസ് ആയിരുന്നു അന്ന് എൻ.ഐ.എയും അതോടൊപ്പം തന്നെ ഇ.ഡിയും CBI ഒക്കെ നടത്തിയത്. അതായത് കേരള പോലീസിനെ തന്നെ വിളിച്ചു പറഞ്ഞു, നമ്മളിവിടെ പോപ്പുലർ ഫ്രണ്ടിന്റെ ഓഫീസുകൾ അവരുടെ നേതാക്കന്മാരുടെ വീടുകളൊക്കെ ഒരു റെയ്ഡിന് വരുന്നുണ്ട്. അതൊരു ടെസ്റ്റ് ഡോസ് ആയിരുന്നു. കാരണം കേരള പോലീസ് ഒറ്റുമോ എന്നറിയാൻ വേണ്ടിയുള്ള ഒരു ടെസ്റ്റ് ഡോസ് ആയിരുന്നു. അത് അക്ഷരം പ്രതി ആ ഒരു ഊഹാപോഹങ്ങൾ അല്ലെങ്കിൽ കേന്ദ്ര ഏജൻസികളുടെ ആ ഒരു ഊഹം അത് തെറ്റിയില്ല. കേന്ദ്രത്തിൽ നിന്നും ഒരു ഇൻഫർമേഷൻ കേരള പോലീസിന് കിട്ടിയ പാടെ തന്നെ കേരള പോലീസിലുള്ള പോപ്പുലർ ഫ്രണ്ടിന്റെ അവരെ സപ്പോർട്ട് ചെയ്യുന്ന പോലീസ് ഉദ്യോഗസ്ഥരും അവരുടെ പിന്താങ്ങുന്ന പോലീസ് ഉദ്യോഗസ്ഥരും ഒക്കെ ഈ വിവരങ്ങൾ ചോർത്തി പോപ്പുലർ ഫ്രണ്ടിനും SDPIക്കും നൽകി. അതോടുകൂടി ആ അന്വേഷണം വലിയ രീതിയിൽ ഒരു വിജയകരമായില്ല. അതുകൊണ്ടാണ് അതിനുശേഷം നടന്ന റെയ്ഡുകളിലാണ് കേരള പോലീസിനെ ഒന്നും അറിയിക്കാതെ അതീവ രഹസ്യമായി കേന്ദ്ര ഏജൻസികൾ അന്വേഷണം നടത്തിയത്. ഇതിപ്പോൾ ഇ.ഡി ഇപ്പോൾ തലേദിവസം വിളിച്ച് പറയണം നാളെ അന്വേഷിക്കാൻ, നാളെ മുഖ്യമന്ത്രിയുടെ വസതിയിൽ ഒരു റെയ്ഡ് നടത്താനായിട്ട്. അതായത് മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ വസതിയിൽ വഴുതക്കാട് ഇപ്പോൾ വാടകയ്ക്ക് താമസിക്കുന്ന വീട്ടിൽ ഒരു റെയ്ഡ് നടത്താനായിട്ട് നമ്മൾ വരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്ന് രാത്രി തന്നെ പിണറായി വിജയനും മകളും മരുമകനും കൂടെ കേരളം വിടും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതുകൊണ്ടാണ് ചെരുവി അറിയാതെ ഇ.ഡി ഉദ്യോഗസ്ഥർ തിരുവനന്തപുരത്തെത്തി റെയ്ഡ് നടത്തിയത്. കൂടാതെ ഇ.ഡി ഉദ്യോഗസ്ഥൻ അല്ലെങ്കിൽ ഇ.ഡി ഉദ്യോഗസ്ഥര് റെയ്ഡുമായി ബന്ധപ്പെട്ട് ഒരു സംസ്ഥാനത്തെത്തുമ്പോൾ അത് ആദ്യമേ തന്നെ വിളിച്ചു പറയണം എന്നൊന്നുമില്ല. ഒരു ഇ.ഡി ഉദ്യോഗസ്ഥൻ എത്തിക്കഴിഞ്ഞാൽ റെയ്ഡിന് വേണ്ടി എത്തിക്കഴിഞ്ഞാൽ അത് ഏറ്റവും വലിയൊരു രാഷ്ട്രീയ പാർട്ടിയിലെ ഒരു മുതിർന്ന നേതാവിന്റെ വീട്ടിലേക്ക് എത്തിക്കഴിഞ്ഞാൽ അതിന് വേണ്ട സുരക്ഷാ സംവിധാനങ്ങൾ അത് അറിഞ്ഞു ചെയ്യേണ്ട ഉത്തരവാദിത്തം ആ സ്റ്റേറ്റിന്റെ ഇന്റലിജൻസ് ബ്യൂറോയ്ക്കും സ്പെഷ്യൽ ബ്രാഞ്ചിനും ആ സംസ്ഥാനത്തെ DGPക്കും ഉണ്ട് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇ.ഡി വന്നാൽ ഒരു സംഘർഷം ഉണ്ടാകുമെന്ന് മുൻകൂട്ടി കാണേണ്ട ഒരു ഉത്തരവാദിത്തം IBക്കും സ്പെഷ്യൽ ബ്രാഞ്ചിനും ഉണ്ട്. അത് മുൻകൂട്ടി കാണാത്തത് ആ ഡിപ്പാർട്ട്മെന്റിലുള്ള ഉദ്യോഗസ്ഥരുടെ കഴിവുകേടാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കേന്ദ്ര IB വരെ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് കേരള പോലീസിന് ഗുരുതരമായ വീഴ്ച സംഭവിച്ചു. ADGP വരെ, അതായത് വെങ്കടേഷ് വരെ പറയുന്നുണ്ട് നമുക്ക് ഗുരുതരമായ വീഴ്ച സംഭവിച്ചു. എക്സ്പീരിയൻസ് ഇല്ലാത്ത പോലീസ് ഉദ്യോഗസ്ഥരെ അടക്കം ഈ മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ വസതിയിൽ സംഘർഷത്തിനെ നേരിടാനായിട്ട് നിയമിച്ചത് വലിയ രീതിയിലുള്ള ഒരു തിരിച്ചടി ഉണ്ടായി എന്നത് ADGP വരെ ചൂണ്ടിക്കാട്ടുമ്പോൾ DGP പറയുന്നു അങ്ങനെ ഒന്നും സംഭവിച്ചിട്ടില്ല എന്ന് DGP പറയുന്നു. പക്ഷേ സംഭവിച്ചിട്ടുണ്ട് എന്ന് കേന്ദ്ര IBയും ആഭ്യന്തര വകുപ്പും കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയവും വ്യക്തമായി തന്നെ പറയുന്നുണ്ട്. കൂടാതെ ഇപ്പോൾ കട്ടക്കലിപ്പിലാണ് അമിത്ഷാ നിൽക്കുന്നത്. പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ വസതിയിൽ ഇ.ഡി റെയ്ഡിനിടെ ഉണ്ടായ ആക്രമണ സംഭവങ്ങൾ പോലീസിന് സുരക്ഷാ വീഴ്ച സംഭവിച്ചിട്ടില്ല എന്ന് DGP റവാഡ ചന്ദ്രശേഖർ പറയുമ്പോഴും അതിനെ കേന്ദ്രം തള്ളുകയാണ്. കാര്യം വ്യക്തമായ തെളിവുകൾ കേന്ദ്ര സർക്കാരിന്റെ കയ്യിലേക്ക് അന്ന് രാത്രിയോടുകൂടി തന്നെ എത്തി എന്നതാണ് യാഥാർത്ഥ്യം. ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയുമായി നടത്തിയ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. റെയ്ഡ് വിവരം കേന്ദ്ര ഏജൻസികൾ മുൻകൂട്ടി അറിയിച്ചില്ലെന്നും വിവരമറിഞ്ഞ ഉടൻ തന്നെ ആവശ്യമായ സുരക്ഷാ ക്രമീകരണങ്ങൾ